ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട് സിനിമകൾ അത് ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു. ഈ രണ്ട് സിനിമകളാവട്ടെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്. നല്ല സിനിമ ചെയ്തവരാണ് ഇവരെല്ലാവരും. എല്ലാവരും എന്ന് പറയുമ്പോൾ ഒന്ന് മോഹൻലാൽ, രണ്ട് പൃഥ്വിരാജ്, മൂന്ന് ബ്ലസ്സി. ഇവിടെ സിനിമയിൽ മൂന്ന് സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. തന്മാത്ര മുതൽ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം ചരിത്രം പറയുമ്പോൾ ബ്ലസ്സിയുടെ സിനിമ ഒഴിവാക്കാൻ പറ്റില്ല. പ്രേക്ഷകർ അത്രമാത്രം ആ തന്മാത്രയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ അത്രമാത്രം സ്വീകരിച്ചു. ഇപ്പോഴും അതേക്കുറിച്ച് പറയാതെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ബ്ലസ്സിയും മോഹൻലാലും തൻ്റെ സിനിമകളുമായി ഒരുമിച്ച് വരുന്നു. ആടുജീവിതം, അതിൽ നായകൻ പൃഥ്വിരാജ്, സംവിധാനം ബ്ലസ്സി. അതേ ദിവസം തന്നെ റിലീസ് ചെയ്യുന്ന സിനിമ മോഹൻലാലിൻ്റെ ആണത്. മോഹൻലാൽ നായകനായ 3D സിനിമ. മോഹൻലാൽ ആദ്യത്തെ സംവിധാനം ഈ 3D സിനിമയാണ് ബറോസ്. കുറേ കാലമായി മലയാള സിനിമ ചർച്ചയെ കൊണ്ടുവരിക്കുന്ന ഒരു ടൈറ്റിലാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഏകദേശം അതൊരു പൂർണ്ണത കൈവരിച്ചു കഴിഞ്ഞു. റിലീസിങ്ങിൻ്റെ ഡേറ്റും ഏകദേശം ഉറപ്പായി. അപ്പോൾ ആ റിലീസ് ചെയ്യുമ്പോൾ ഈ രണ്ട് സിനിമകൾ ആടുജീവിതവും ബറോസും ഒരേ ദിവസം റിലീസ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഫൈനൽ റിപ്പോർട്ട്. സിനിമയായതുകൊണ്ട്, കാലാവസ്ഥയായതുകൊണ്ട് ചിലപ്പോൾ എങ്ങനെന്തെങ്കിലും മാറ്റം വന്നാൽ അതപ്പോൾ നമുക്ക് സംസാരിക്കാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ? കാരണം ഇവിടെ മോഹൻലാലിനെ സംബന്ധിച്ച് പ്രസ്റ്റീജാണ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യത്തിൽ. ഒന്ന്, തൻ്റെ അഭിനയം. രണ്ട്, താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ രണ്ടും രക്ഷപ്പെട്ടു പോയാലേ മോഹൻലാലിന് വലിയ നിലനിൽപ്പുള്ളൂ എന്ന് ആലോചിക്കണം. എന്നാൽ പറഞ്ഞു കേട്ടതനുസരിച്ച് ബറോസ് ഒരു മിനിമം ഗ്യാരണ്ടിയോടുകൂടി രക്ഷപ്പെടുന്നൊരു സിനിമയായിരിക്കും. കച്ചവടത്തിൽ ഇത് സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്നാമത് 3D സിനിമ, കുട്ടികളെ ആകർഷിക്കുന്ന സിനിമ. കുട്ടികൾ ഇഷ്ടപ്പെടുമ്പോൾ ആ പഴയതുപോലെ തന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെ അതും ഒരു 3D സിനിമയാണ്. കന്നഡ വെച്ചിട്ടാണ് കണ്ടിരുന്നത്. കന്നഡ വിറ്റുകൊണ്ട് തന്നെ കോടികൾ സമ്പാദിച്ച ആളാണ്. ആ രീതിയിലുള്ള സിനിമ വരുമ്പോൾ കുട്ടികളോടൊപ്പം അച്ഛനും അമ്മയും മറ്റു കുടുംബങ്ങളുമെല്ലാം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഒരു മനഃശാസ്ത്രം. അപ്പോൾ മിനിമം മോഹൻലാലിൻ്റെ സിനിമയാകുമ്പോൾ, മോഹൻലാൽ ഈ രീതിയിലേക്ക് വരുമ്പോൾ, പിന്നെ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സിനിമ, ഇങ്ങനെ പ്ലസ് പോയിന്റുകൾ നിരവധിയുള്ള സിനിമയാണ് ബറോസ് എന്നാലോചിക്കണം. അപ്പോൾ ആ ബറോസിനോടൊപ്പം തന്നെ ആടുജീവിതം വരുന്നു. ആടുജീവിതം ബ്ലസ്സിയുടെ സിനിമയാണെങ്കിലും ഇപ്പോൾ ബ്ലസ്സിയോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പൃഥ്വിരാജിൻ്റെ പേരാണ്. പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ ത്യാഗം വഹിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്, ശരീരം ശോഷിപ്പിച്ചിട്ടുണ്ട്, പല സിനിമകളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെയാണ് പൃഥ്വിരാജ് നടക്കുന്നത്. 4-5 വർഷമായി തന്നെയാണ് മോഹൻലാലും തൻ്റെ ഈ ബറാസ് എന്ന സിനിമയുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ മോഹൻലാൽ സംവിധായകനാണെങ്കിലും മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് പൃഥ്വിരാജ് ഇവിടെ എമ്പുരാൻ എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഈ രണ്ട് പേരും സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രണ്ട് പേരുടെയും സിനിമകളാണ് ഒരേ ദിവസം റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നല്ല രണ്ട് സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ, പ്രേക്ഷകർ, ആരാധകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് സിനിമകളിൽ ഏത് സിനിമയായിരിക്കും മുന്നിൽ നിൽക്കുക? ഏത് സിനിമയായാലും ഗംഭീരം എന്ന് പറയുക? ആരുടെ അഭിനയമായിരിക്കും ഗംഭീരം എന്ന് പറയാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിനിമ ഇറങ്ങിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. മോഹൻലാൽ മോശം നടനല്ല. മോഹൻലാൽ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ചെയ്യുന്ന തൊഴിലിനോട് 100% കൂറ് പുലർത്തുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. ചില സിനിമകൾ വിജയിച്ച സിനിമകളിൽ തന്നെ മഹത്തരമെന്ന് പറയാവുന്ന അഭിനയം കാഴ്ചവെക്കണമെന്നില്ല. അത് കഥാപാത്രത്തിൻ്റെ ഗതി വിഗതികൾ അനുസരിച്ചിട്ടാണ്.
എനിക്കിപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്ത് കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു അഭിനയത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ കാഴ്ചവെച്ചൊരു സിനിമ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കും ഒപ്പമാണെന്ന് ആലോചിക്കണം. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം. അതിൽ ജയരാമൻ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ എത്ര പേര് ആ സിനിമ ആസ്വദിച്ചു, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അഭിനയ മാനരസ്യങ്ങൾ മനസ്സിലാക്കിയെന്നല്ല. അന്ധനായിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് ആലോചിക്കണം. അന്ധനായിട്ട് മോഹൻലാൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, കലാഭവൻ മണി വാസന്തി ലക്ഷ്മിയിൽ അതിമനോഹരമായി അഭിനയിച്ചില്ലേ എന്നുള്ളത്. അന്ധനായിട്ട് അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ കലാഭവൻ മണിയുടെ അഭിനയത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഓൺലി മോഹൻലാലിനെ മാത്രം എടുക്കാൻ കാരണം മോഹൻലാലിന് എതിരായി നിൽക്കുന്ന മോഹൻലാൽ തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒപ്പത്തിൻ്റെ അഭിനയം, അതിൽ അന്ധനായി കഥാപാത്രമായി ആദ്യം തൊട്ട് അവസാനം വരെ വെറും അഭിനയം മാത്രമല്ല, ആക്ഷൻ രംഗങ്ങളിൽ കൂടി അഭിനയിക്കണമെന്ന് ആലോചിക്കണം. അങ്ങനെ പലതരത്തിലുള്ള മാനരസ്യങ്ങൾ പ്രകടിപ്പിച്ച് വിജയിപ്പിച്ച ഒരു സിനിമയാണ് ഒപ്പം. ആ ഒപ്പത്തിന് ശേഷം കളക്ഷൻ ബേസിൽ വേറെയും സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒപ്പത്തിലെ ജയരാമിൻ്റെ അത്ര മനോഹരമായി മോഹൻലാൽ പിന്നെ മറ്റു പല ഘടകങ്ങളും ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ. മോശമായിട്ടല്ല പറഞ്ഞത്, അത്രമാത്രം വ്യത്യസ്ത മാനരസ്യങ്ങൾ ജയരാമൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ ഒപ്പം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അതിനുശേഷമാണ് പിന്നീട് മോഹൻലാലിൻ്റെ ശരീരഘടനയിൽ മുഖഭാവത്തിലൊക്കെ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും ഏറ്റവും പുതിയൊരു സിനിമ ചെയ്തു കഴിഞ്ഞു ഇവിടെ മോഹൻലാലിൻ്റെ സിനിമ ഒന്ന് താടി വെച്ചതൊക്കെയുള്ള സിനിമകളെല്ലാം വന്നു കഴിഞ്ഞ് ജോസ് പല്ലിശ്ശേരിയുടെ. ഞാൻ പറയാം അത് മോശമല്ല, അത് നല്ലതാണ്. പക്ഷേ ഞാനിപ്പോഴും ഓരോ സിനിമയും മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അഭിനയത്തിൻ്റെ മാനരസ്യങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മാനരസ്യത്തിൽ ഈ പ്രിയദർശൻ്റെ സിനിമയെ വെല്ലാൻ, ഒപ്പത്തിനെ വെല്ലാനുള്ള തരത്തിലുള്ള അഭിനയശേഷി മോഹൻലാലിന് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നാലോചിക്കണം. അത് വരാനിരിക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ ചർച്ച. ഒപ്പത്തിന് ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനരസ്യങ്ങളുമായി ഒരു സിനിമ വരികയാണ് ബറാസ് എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ. ആ ബറാസ് നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല, ആ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവിടെ മുഖസ്തുതി മാത്രമല്ല, മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്യുന്ന ചിലരുണ്ട്, അത് സഹകരിച്ച പലരുണ്ട്. അവരെല്ലാം കൂടി നമ്മൾ ചില പ്രത്യേക ആൾക്കാർ നമ്മൾ സംസാരിച്ച കൂട്ടത്തിലാണ് ഇതൊരു വമ്പൻ സിനിമയായി വരുമെന്ന് പറയുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു സിനിമ അഭിനയം കൊണ്ടും സംവിധാന മികവ് കൊണ്ടും കളക്ഷൻ ബേസിനും മികവ് കൊണ്ട് സിനിമ വരുമ്പോൾ ഏറ്റുമുട്ടുന്നത് ബ്ലസ്സിയോടും പൃഥ്വിരാജിനോടൊപ്പമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ബ്ലസ്സി നിരവധി 3 നല്ല സിനിമകൾ മോഹൻലാൽ സമ്മാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിൽ തൻ്റെ മുൻപ് ആദ്യ സംവിധാനത്തിൽ തന്നെ ഈ മോഹൻലാലിനെ കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ വരുന്നു ആലോചിക്കണം. ആ എമ്പുരാൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ആടുജീവിതം വരുന്നത്. അപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്യുന്നു, അതേ ദിവസം തന്നെ ബറോസ് റിലീസ് ചെയ്യുന്നു. ഈ 2 സിനിമകൾ എങ്ങനെയായിരിക്കും, അതിലാരാണ് അഭിനയത്തിൽ മുന്നിട്ടെക്കുന്നത്? ബറോസിലെ മോഹൻലാലാണോ ആടുജീവിതത്തിലെ പൃഥ്വിരാജാണോ മുന്നിട്ട് നിൽക്കുന്ന സംഭാഷണം വന്നു കഴിഞ്ഞിരിക്കുന്നു, ചർച്ച വന്നു കഴിഞ്ഞിരിക്കുന്നു, ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് 2 നടന്മാരും മോശമല്ല. പൃഥ്വിരാജിൽ അവാർഡ് നേടിയിട്ടുണ്ട്, കഥാപാത്രത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന നടനാണ്. മോഹൻലാലും അങ്ങനെ തന്നെ. ഈ 2 നടന്മാരെയും ചെറുതാക്കി കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ 2 സിനിമകൾ വരട്ടെ, നമുക്ക് കാണാം, ആസ്വദിക്കാം, വിലയിരുത്താം.